എന്താടോ എല്ലാവരും ഇങ്ങോട്ട് നോക്കിൻ. മനോഹരമായ ഒരു പഴക്കുല. രാസവളം രാസവളം ചേർക്കാതെ വെറും ധാതുപുഷ്ടിയുള്ള മണ്ണിന്റെ ഗുണം ഒന്നുകൊണ്ട് മാത്രം വളർന്ന് കുലച്ച് പഴുത്തു വന്ന പഴം. മാത്രമല്ല, ഇന്നു മുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം, ഉണ്ടക്കായ, പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ വിൽക്കപ്പെടുന്നതുമാണ്. അതും ശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത്. മറ്റവന്മാര് ചെയ്യുന്ന പോലെ ഭക്ഷണ സാധനങ്ങളിൽ മായം ചേർത്ത് വിറ്റ് കാശുണ്ടാക്കാൻ ഈ നകുലൻ തയ്യാറല്ല. എല്ലാരും വരുവിൻ, ആസ്വദിപ്പിൻ. ഒരു ദിവസം നിന്നെ കൊണ്ട് ഞാൻ നന്നായിട്ട് ആസ്വദിപ്പിക്കാവടാ. പോട്ടെ സാധേ കേട്ടാ, വീട്ടുകളാ. ബോട്ടിയില്ലാത്ത അവൻ എന്തെങ്കിലും പറഞ്ഞ് വിവരമില്ലാത്ത നിങ്ങളല്ലേ അത് ക്ഷമിക്കേണ്ടത്. ഒന്നുമില്ലെങ്കിലും നിങ്ങളുടെ അനിയനല്ലേ നകുലൻ. അവൻ എന്റെ ആരുമല്ല. എഴുത്തുമാൻ അറിഞ്ഞുകൂടാത്ത എന്റെ അമ്മയെ കൊണ്ട് ഒപ്പിടുവിച്ച് എനിക്കും കൂടെ അവകാശപ്പെട്ട 60 സെന്റ് സ്ഥലം തട്ടിയെടുത്ത കള്ളനാവൻ. അതൊക്കെ നാട്ടുകാർക്ക് അറിയാവുന്ന കാര്യമല്ല അല്ലേ? പക്ഷേ വടക്കേക്കര പാടം വിറ്റ വകയിൽ അമ്മയുടെ പെട്ടിയിലുണ്ടായിരുന്ന 10,000 രൂപ കട്ടിട്ടാ നിങ്ങൾ ചായക്കട തുടങ്ങിയെന്നാ ആ നകുലം പറയുന്നത്. 10,000 കിട്ടത് അവന്റെ അപ്പനാ. രണ്ടുപേർക്കും കൂടെ രണ്ടപ്പനാണോ? രാവിലെ കൈ നോക്കി അഭിപ്രായം വിളിച്ചു പോകാൻ വന്നിരിക്കണം. ഒന്ന് പോയടാ. അത് ഞാനൊന്നും പറഞ്ഞില്ലല്ലോ. അതെ അതെ, പോടാ പോടാ. എവിടെ വണക്കം തമ്പ്ര. നീ ഒരു സൈക്കിൾ എടുത്ത് ആ വെട്ടിക്കവലെ പോയി ഇത് പോസ്റ്റ് ചെയ്തിട്ട് വാ. എന്നിട്ട് ഉച്ചയ്ക്ക് വീട്ടിലേക്ക് വാ. ചോറോ കഴിഞ്ഞെന്തെങ്കിലും കാണും. ഇതാണ് ഇവിടുത്തെ പോസ്റ്റ് ഓഫീസ്. കണ്ടില്ലേ, നേരെ വെളുക്കുമ്പോ ഒന്ന് കുത്തിയിരുന്നോളും ശൗനം മുടക്കികള്. എന്നാ ഞങ്ങൾ അങ്ങോട്ട് വീട്ടിലേക്ക് വരാം. അവരുമായിട്ട് ഉടക്കണ്ട കേട്ടോ പോലീസേ. ഒരു 3 കൊല്ലം മുമ്പാണ് ഇവിടെ ഒരു പോസ്റ്റ് ഓഫീസ് വന്നത്. അന്നൊരു പോസ്റ്റ് മാസ്റ്റർ ഇവിടെ വന്നു. അയാൾക്ക് ഗോപാലൻ പോലീസിന്റെ മകളുമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് പറഞ്ഞ് നാട്ടുകാർ പ്രശ്നം ഉണ്ടാക്കിയപ്പോ ഒരു ദിവസം അയാൾ മുങ്ങി. പിന്നെ ഇവിടെ പലരും വരികയും പോവുകയും ചെയ്തു. പക്ഷെ ഈ നാടാർക്കും പിടിക്കുന്നില്ല അത്രേ. സുഹൃത്തുക്കളെ, അത് മന്ത്രിമാരുടെയും MLA-മാരുടെയും കൈയും കാലും പിടിച്ചാണ് ഞാൻ ഈ പോസ്റ്റ് ഓഫീസ് ഇവിടെ കൊണ്ടുവന്നത്. ഇതിനൊക്കെ തിരുവനന്തപുരത്തും കോട്ടയത്തും ചുറ്റിത്തിരിയാൻ എന്റെ സ്വന്തം പോക്കറ്റിൽ നിന്നാണ് പണം ഞാൻ വാരിക്കോരി ചെലവാക്കിയത്. ഇവിടെ സ്ഥിരമായിട്ട് പോസ്റ്റ് മാഷ് വേണോ? ഞാൻ കൊണ്ടുവരും. പക്ഷേ ജനാധിപത്യം എന്താണെന്ന് ഇവിടുത്തെ ജനങ്ങൾക്ക് അറിഞ്ഞുകൂടാ. ജനാധിപത്യം നടപ്പിലാക്കാൻ ഒരുപാട് പണം വേണം. മറ്റൊരു കാര്യം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് ഞാൻ ക്ഷണിക്കുകയാണ്. ഈ ആഴ്ച കണ്ണൂരിൽ നടക്കാൻ പോകുന്ന പാർട്ടികളുടെ സംസ്ഥാന സമ്മേളനത്തിന് ഇവിടെ എത്ര പേർ സംഭാവന തന്നിട്ടുണ്ട്? എന്നോടാണോ? ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളോടാണ് ഞാൻ ചോദിക്കുന്നത്. സോഷ്യലിസം വേണം, ഡെമോക്രസി വേണം, ബ്യൂറോക്രസി വേണം, കമ്മ്യൂണിസം വേണം. പായി മോളിച്ച് അങ്ങോട്ട് ഇരുന്നേച്ചാൽ മതി. കൃത്യമായി സംഭാവന തന്നിട്ടില്ലെങ്കിൽ ഈ രാജ്യത്ത് ഒരു കുന്തവും നടപ്പിലാക്കാൻ കഴിയില്ലെന്ന് ഞാൻ ശക്തിയായി പ്രഖ്യാപിക്കുന്നു. ഇന്ന് മുതൽ എന്റെ ചായക്കടയിൽ നെയ്യപ്പം, ഉണ്ടക്കായ, പഴംപൊരി തുടങ്ങിയ വിശിഷ്ടങ്ങളായ ഭക്ഷണ സാധനങ്ങൾ ലഭിക്കുന്നതാണ്. അതും പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പൊരിച്ചെടുത്തത്. ഞാൻ ചോദിക്കുകയാണ്, ഇവിടെ ഏത് കടയിലാണ് പരിശുദ്ധമായ വെളിച്ചെണ്ണയിൽ പലഹാരങ്ങൾ പൊരിച്ചെടുക്കുന്നത് എന്ന്? കേരളത്തിന്റെ തേങ്ങ, കേരളത്തിന്റെ തേങ്ങ ആനക്കാര്യത്തിനിടയില ചേനക്കാര്യം. അവന്റെ ഒരു ഉണ്ടക്കായും പഴംപൊരിയും. അപ്പോൾ ഇപ്പൊ എന്ത് പറയുന്നു? സംസ്ഥാന സമ്മേളനത്തിന്റെ പിരിവ് ഇവിടെ വെച്ച് നിങ്ങൾ ഇപ്പൊ എനിക്ക് നൽകുന്നുവോ, അതോ ഞാൻ വീട്ടിലേക്ക് വരണോ? ആശാന്റെ ദുർനടപ്പ് ഇതുവരെ മാറിയില്ലേ? വേണ്ട ആശാനെ, ഇവനെയൊക്കെ നമുക്ക് ഗോദായിൽ വെച്ച് കാണാം. ഫയൽ വാൻ പറഞ്ഞതുകൊണ്ട് ഞാൻ വിട്ടിരിക്കുന്നു. അല്ലെങ്കിൽ ഇയാളെ മൂക്കി കയറ്റിക്കളെ അല്ലേ? നീ ബൈഹാർട്ട് പഠിക്കണോ? നമ്മുടെ മമ്മൂട്ടി ചേട്ടന് 2 കുട്ടികളാണത്രേ, ഒരാണും ഒരു പെണ്ണും. ഈ കണക്കിന് പോയാ നീ മദ്രാസിലേക്ക് മറ്റോ ഒളിച്ചോടുമല്ലോ. എന്തിന്? സിനിമയിൽ അഭിനയിക്കാൻ. സിനിമ ഇഷ്ടമെന്നും പറഞ്ഞ് അതിലിപ്പോ അഭിനയിക്കണമെന്നുണ്ടോ?
പിന്നെ സ്വപ്നയില് കാണാമറയത്ത് കളിക്കുന്നുണ്ടത്രേ. മമ്മൂട്ടി ചേട്ടൻ കളിക്കിട്ടുണ്ട് അതില്. അപ്പൊ നീ പോകുന്നില്ലേ കാണാൻ? അച്ഛന്റെ കണ്ണു വെട്ടിച്ച് എങ്ങനെ പോകും? കൂടെ ഇവിടെ വന്നപ്പോ അമ്മൂമ്മേനെ കാണാനെന്നും പറഞ്ഞൊരു മുങ്ങി. ഇതിനിപ്പം നിനക്ക് സുഖമില്ല, ഡോക്ടറെ കാണണം, ഞാൻ കൂടെ വരണമെന്ന് അച്ഛന്റെ അടുത്ത് ഒന്ന് പറയൂ. അങ്ങനെ ഇപ്പൊ എന്റെ മോള് സിനിമ കൊണ്ട് സൂഹിക്കണ്ട. എടി, ഞാൻ ആലോചിച്ചിട്ട് വേറെ ഒരു വഴിയും കാണുന്നില്ല. എന്റെ പൊന്നുമോളല്ലേ, പ്ലീസ്. ശരി, പക്ഷെ വെറുതെ പറ്റത്തില്ല. 10 കൂടെ വെള്ളം നീ കോരണം. നീ വരുമെന്ന് പറഞ്ഞാ 10 അല്ല 100 കൂടെ വെള്ളം ഞാൻ കോരിത്തരാം. പാടരമണ, നീ അകത്തോട്ടിരിക്കേ. എങ്ങനെയുണ്ട് അവന്റെ കച്ചവടമൊക്കെ? അവിടെ എന്ത് കച്ചവടം? അതിരിക്കട്ടെ, ഇവിടെ എങ്ങനെയുണ്ട്? ഉണ്ടക്കായും മിച്ചറും ഉണ്ടക്കാക്കും തുടങ്ങിയ ശേഷം കുറച്ച് മെച്ചപ്പെട്ടിട്ടുണ്ട്. എങ്കിലും ശരിക്കൊരു പിടുത്തം കിട്ടിയിട്ടില്ല. അല്ല, നാളത്തെ കുസ്തിക്ക് നിങ്ങൾ സ്പെഷ്യൽ ഒന്നും ഉണ്ടാക്കുന്നില്ലേ? ഉണ്ടടോ, നല്ല കോഴിക്കോടൻ അലുവയും വറുത്ത കായും ഏർപ്പാടാക്കിയിട്ടുണ്ട്. അലുവയും വറുത്ത കായും നാട്ടുകാർ മുഴുവൻ വരും നിങ്ങൾ അലുവയും വറുത്ത കായും തിന്ന. സഹദേവേട്ട് അവിടെ എന്തുവാ സപ്ലൈ എന്നറിയാമോ? ചറോട്ടയും പോപ്സും, അല്ല പൊറോട്ടയും ചാപ്സും. ആളുകൾ ഇടിച്ചു കയറും. എന്നാ പിന്നെ ഞാനിത് തുടങ്ങിക്കളെ. എങ്ങനെ തുടങ്ങാനാ? മുൻകൂട്ടി ഓർഡർ ചെയ്യാതെ ആട്ടിറച്ചോ കോഴി ഇറച്ചോ ഒക്കെ കിട്ടുമോ? പിന്നെന്താ ചെയ്യ? പിന്നെ ഞാനൊരു വഴിയും കാണുന്നില്ല. എന്നാ ഞാനൊരു വഴി കാണുന്നുണ്ട്. നിനക്ക് ഞാൻ 10 രൂപ തരും. ഒരു ചെറിയ പണി ഒപ്പിക്കണം. ഒപ്പിക്കാം. അവന്റെ ചാപ്സ് റെഡി ആവുമ്പോ നീ അതിൽ കുറെ ഉപ്സ് കൊണ്ടിടണം. അയ്യോ, അത് വലിയ ചതിവല്ലേ നകുലേട്ടാ? എടോ, സത്യവും മര്യാദയും കൊണ്ടിടന്ന ഇക്കാലത്ത് ജീവിക്കാൻ പറ്റില്ലടോ. അവന്റെ കച്ചവടം നിർത്തിയാലല്ലാതെ എനിക്ക് മനസമാധാനം ഉണ്ടാവില്ല എന്റെ രമണ. കാര്യമൊക്കെ ശരിയാ. ഞാനൊന്ന് ആലോചിക്കട്ടെ. ആലോചിക്കാനൊന്നുമില്ല. നിനക്ക് ഞാൻ 20 രൂപ തരാം. രൂപ? ശരി, ഞാൻ ചെയ്യാം. ഓ, നിന്റെ ദൈവം രക്ഷിക്കടാ. പ്രിയപ്പെട്ട നാട്ടുകാരെ, അമ്മമാരെ, സഹോദരിമാരെ, വമ്പിച്ച ഗാഥാഗുസ്തി ഇന്നോളം ആരുടെ മുമ്പിലും മുട്ടുകുത്തിയിട്ടില്ലാത്ത ഉടുമ്പു വേലായുധന് കൊച്ചുകുട്ടം പിള്ളയുടെ അരിമശിഷ്യൻ ഫയൽവാൻ പീലിപ്പോസ് നേരിടുന്നു. ഉടുമ്പിനെ തറപറ്റിക്കുന്ന മനോഹരമായ കാഴ്ച കാണാൻ ഈ നാട്ടിലെ മുഴുവൻ ജനങ്ങളെയും ഞങ്ങൾ ക്ഷണിക്കുകയാണ്. നല്ലപോലെ കൊത്തി കളയണം. അടിയിലത്തെ മണ്ണ് മോളി വരണം. നേതാവേ, മൈക്ക് ഒന്ന് കാറ്റുന്നാ. നമസ്കാരം. ആശാനെ, ജോലി തിരക്കാണല്ലേ? നാളെയല്ലേ കുസ്തി? അല്ലെ, മണ്ണ് വെല്ലത് പിടിക്കുമ്പോ ഇളകിക്കോളും. എല്ലാ ഇത്തവണ ഉടുമ്പ് തറ പറ്റുമോ? പിന്നെ അതോ ആശാൻ തറ പറ്റുമോ? ആരാ തറ പറ്റുന്നത് നാളെ പിടിക്കുമ്പോ കാണാമല്ലോ. അല്ല, കഴിഞ്ഞ തവണയും ഇങ്ങനെ തന്നെയാ പറഞ്ഞത്. പിടിക്കുമ്പോ കാണാമല്ലോ, പിടിക്കുമ്പോ കാണാമല്ലോ. എനിക്ക് മുതൽ മുടക്കൊന്നുമില്ലല്ലോ. പിന്നെന്താ, ആര് ജയിച്ചാലും തോറ്റാലും തനിക്കെന്താ? അതൊന്നുമില്ല, മനസ്സിന്റെ വിഷമം കൊണ്ട് പറഞ്ഞു പോയതാണ്. ഈ മാസം മാസം അനാവശ്യമായി ചെലവാക്കുന്ന ഈ പണം ഉണ്ടല്ലോ, അത് ഈ നാട്ടിന്റെ ജനാധിപത്യം സംരക്ഷിക്കാൻ സംഭാവനയായിട്ട് എന്നെ ഏൽപ്പിച്ചൂടാന്ന് ചോദിച്ചാണോ? ഞാന് കണ്ടവന്റെ വീട് തോറും കേറി ഇറങ്ങി തെണ്ടി നടന്ന് പിരിക്കാറില്ല. സ്വന്തം തറവാട്ടിൽ നിന്ന് കൊണ്ടിരുന്ന പൈസയാ. വേണേ വന്നിട്ട് കണ്ടിട്ട് പോ. നടക്കട്ടെ നേതാവേ, ഒന്നുമില്ലേലും വല്ലപ്പോഴും ഒരു കുസ്തി ഓസിന് നമുക്ക് കാണാമല്ലോ. നിന്റെയൊക്കെ ജീവിതം തന്നെ ഓസാണല്ലോടാ, അല്ലേ? ഞാൻ അപ്പോഴേ പറഞ്ഞില്ല. ഒരു കാര്യം ഞാൻ പറയാം, ഉടുമ്പിനെ തറ പറ്റിച്ചിട്ടേ ഞാൻ ഇറങ്ങൂ. ജയ് ഹനുമാൻ. ജയ് സുഗ്രീവൻ. എന്ത് ചെയ്യാനാ, തലക്ക് സുഖമില്ലാതായിപ്പോ. ഒന്ന് പറ, ഒന്നുകൂടി പറ.